അപ്പൊ കുറെ കേൾക്കുന്നത് വിതുരർ ഓരോ ഡിവോട്ടീസിനെ പറ്റി ചോദിക്കുന്നതാണ് അല്ലെ. ഭഗവാന്റെ ഭക്തന്മാരെ കുറിച്ചുള്ള അന്വേഷണങ്ങള്, അവര് സ്നേഹ അന്വേഷണങ്ങള്, കുശല അന്വേഷണങ്ങള് അന്വേഷിക്കുന്നതാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാല് നമ്മൾ എപ്പോഴാണ് മറ്റുള്ളവരെ പറ്റി ഓർമ്മിക്കുക? നമുക്ക് അവരോട് ഇഷ്ടം തോന്നുമ്പോൾ അല്ലെങ്കിൽ സ്നേഹമുള്ളപ്പോഴാണ് നമ്മൾ ഓർക്കുക അല്ലെ. ഇപ്പൊ കുറേ നാളുകളായി വിതുരർ അവിടെ നിന്ന് ഹസ്തിനപുരത്ത് നിന്ന് ഇറങ്ങിയിട്ട് ഒരു കുരുക്ഷേത്ര യുദ്ധത്തിന് മുന്നേ തന്നെ അദ്ദേഹം ഹസ്തിനാപുരത്ത് നിന്ന് വിട്ടുപോയി. പക്ഷെ ഇപ്പോ ആ ഒരു കുരുക്ഷേത്ര യുദ്ധമൊക്കെ കഴിഞ്ഞ് ഇപ്പൊ യുധിഷ്ഠിര മഹാരാജാവാണ് രാജ്യം ഭരിക്കുന്നത്. അപ്പൊ എത്രയോ നാളായി അല്ലെ. പക്ഷെ ഇപ്പോഴും അദ്ദേഹം വളരെയധികം സ്നേഹത്തോടു കൂടി എല്ലാവരെയും ഓർക്കുന്നുണ്ട്. കൃഷ്ണന്റെ പാർഷദന്മാരെയും അതുപോലെ തന്നെ പാണ്ഡവരെ. ഇപ്പൊ ഈ ശ്ലോകങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ യുധിഷ്ഠിരനെയും 36-ാമത്തെ ശ്ലോകത്തിൽ യുധിഷ്ഠിരനെയും അതുപോലെ 37-ാമത്തെ ശ്ലോകത്തില് ഭീമനെ കുറിച്ചുമാണ് ഓർക്കുന്നത് അദ്ദേഹം. എപ്പോഴാണ് നമുക്ക് ഹൃദയത്തിൽ അവരോടെല്ലാം സ്നേഹമുള്ളത്? ഇപ്പൊ നമ്മളെ ഹൃദയത്തിൽ അവരോട് ഡിവോട്ടീസിനോട് ദേഷ്യമാണെങ്കിൽ നമ്മളൊരു സത്സംഗത്തിൽ പോകുമ്പോഴും നമ്മൾ പലരെ പറ്റി ആലോചിക്കും, പലരെയും നമ്മൾ ഓർക്കും അല്ലെ, പലരെയും അന്വേഷിക്കും, എന്താ വരാതിരുന്നത് എന്നെല്ലാം വിളിച്ചു ചോദിക്കും. എപ്പോഴാ? നമുക്ക് അവരോട് ഇഷ്ടമുള്ളപ്പോൾ. ഈ സത്സംഗങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ഹൃദയത്തില് നന്മ സൂക്ഷിക്കാനും, നമ്മൾ മറ്റുള്ള ഡിവോട്ടീസിനെയൊക്കെ കാണുമ്പോൾ അവരെയൊക്കെ സ്കാൻ ചെയ്തിട്ട് അവരെ പറ്റിയിട്ട് നല്ലത് മാത്രം ഓർക്കുക, അവരുടെ ഗുഡ് ക്വാളിറ്റീസ് മാത്രം ഓർക്കുക. ഇപ്പൊ നമ്മൾ ഈ ശ്ലോകങ്ങളിൽ നോക്കിയാല് 32-ാമത്തെ ശ്ലോകത്തിൽ അക്രൂരരെ പറ്റിയും 33-ല് ദേവകി ദേവിയെ പറ്റിയും 34 അനിരുദ്ധ, അങ്ങനെ ഓരോരോ ശ്ലോകങ്ങളിൽ ഓരോരുത്തരെ പറ്റിയും പറയുമ്പോൾ അവരുടെ എല്ലാം ക്വാളിറ്റീസിനെ കുറിച്ചും പറയുന്നുണ്ട് അല്ലെ. അവരുടെ എല്ലാം സവിശേഷ ഗുണങ്ങൾ എങ്ങനെയായിരുന്നു എന്നുള്ളതും പറയുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒന്നും ഫോൾട്ട് അല്ല പറയുന്നത്. അവരൊക്കെ എങ്ങനെ അവരുടെ ഒന്നും ദോഷം കണ്ടെത്തുന്ന ദോഷദൃക്കായിട്ടല്ല വിതുരർ ഇവിടെ സംസാരിക്കുന്നത്. അപ്പോൾ വിതുരർ ആരായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു, ധർമ്മരാജാവായിരുന്നു അല്ലെ. ധർമ്മരാജാവ് യമരാജാവായിരുന്നു. പിന്നീട് അടുത്ത പുനർജന്മത്തില് എന്തായിട്ട് വരുന്നു? വിതുരരായിട്ട് അദ്ദേഹത്തിന്റെ ആ ഒരു ശാപം നീങ്ങാൻ വേണ്ടി വരുന്നതാണ്. അപ്പൊ അദ്ദേഹം ധർമ്മത്തിലൂടെ മാത്രമാണ് സഞ്ചരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, വിതുരർ ആ ധർമ്മരാജാവിന്റെ തന്നെ വേറൊരു ജന്മമായിട്ട് വരുന്നു. അപ്പൊ ധർമ്മപുത്രരാണ് ആര്? യുധിഷ്ഠിര മഹാരാജാവ്. അപ്പൊ ഇവിടെ ചോദിക്കുന്നത്, യുധിഷ്ഠിര മഹാരാജാവിന് രാജ്യഭാരം കിട്ടിക്കഴിഞ്ഞപ്പോഴ്, അദ്ദേഹം ഒരു രാജാവായി മാറിക്കഴിഞ്ഞപ്പോഴ് അദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ എന്തെങ്കിലും വ്യതിയാനം ഉണ്ടായോ എന്നുള്ളത് അദ്ദേഹം അന്വേഷിക്കുന്നുണ്ട്. ധർമ്മത്തിന്റെ പാതയിലൂടെ തന്നെയാണോ അദ്ദേഹം ഇപ്പോഴും ചരിക്കുന്നത്? അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന സുഖലോലുപതകളും ധാരാളം കുറെ നാളുകൾക്ക് ശേഷം ഞാൻ നേടിയെടുത്തതാണ് രാജ്യം, അല്ലാതെ എനിക്ക് സ്വതവേ വന്നു ചേർന്നതല്ല എന്നുള്ള ഒരു അഹങ്കാരം അദ്ദേഹത്തിലുണ്ടോ എന്നെല്ലാം ഉള്ളത് ഇവിടെ അദ്ദേഹം അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം ഒരിക്കലും ദോഷം കണ്ടെത്തുന്നില്ല. നമ്മൾ ചൈതന്യ ചരിതാമൃതയിൽ നോക്കിക്കഴിഞ്ഞാല് സാർവഭൗമ ഭട്ടാചാര്യ എന്നൊരു വ്യക്തിത്വമുണ്ട്, സാർവഭൗമ ഭട്ടാചാര്യ. സാർവഭൗമ ഭട്ടാചാര്യ പിന്നീട് ചൈതന്യ മഹാപ്രഭു സൗത്ത് ഇന്ത്യ ടൂർ ചെയ്യാനായിട്ട് പോകുന്ന സമയത്ത് സാർവഭൗമ ഭട്ടാചാര്യ പറയുന്നുണ്ട്, സൗത്ത് ഇന്ത്യയിലെ മദ്രാസിലെ ഒരു ഗവർണറായിട്ടുള്ള ഒരു വ്യക്തിയുണ്ട്, രാമാനന്ദ റായ. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അദ്ദേഹത്തെ മീറ്റ് ചെയ്യണം, അദ്ദേഹം നല്ലൊരു ഡിവോട്ടിയാണ്, അദ്ദേഹത്തെ മീറ്റ് ചെയ്യണം എന്ന് ചൈതന്യ മഹാപ്രഭുവിനോട് പറയുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു ഭക്തൻ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോവുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ ആ സമയത്ത് നമ്മൾ എന്ത് പറയും? അവിടെ ഒരു ഭക്തനുണ്ട്. അപ്പൊ അദ്ദേഹത്തിനെ അറിയില്ല എങ്കിലും നമ്മൾ അവരെ കുറിച്ച് ഓർമ്മിക്കും. ഇവിടെ സാർവഭൗമ ഭട്ടാചാര്യയും രാമാനന്ദ റായിയും എന്ന് പറഞ്ഞാല് ഒരുപാട് കാലങ്ങൾ, ദീർഘകാലമായിട്ടുള്ള ഒരു ബന്ധം. അന്നത്തെ കാലത്ത് വാട്സപ്പ് ഒന്നും ഇല്ല കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കാൻ. ഇപ്പോഴാണെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റും. എങ്കിൽ പോലും നമ്മൾ ഇത്രത്തോളം പേരെ നമ്മൾ ഡെയിലി ലൈഫിൽ ഓർക്കുന്നു അല്ലെ, ഡെയിലി ലൈഫിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്നു. അതൊരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാരണം സമയം എന്ന് പറയുന്നത് എല്ലാവർക്കും അധികമായിട്ടില്ല. അപ്പോൾ ആ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പോലും ദീർഘകാലങ്ങൾക്ക് മുന്നേയുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ്, ആ ഒരു റിലേഷൻ അവർക്ക് ഓർക്കാൻ കഴിയുന്നു. എന്തുകൊണ്ടാണ്? അവരുടെ ഹൃദയത്തിലെ മറ്റുള്ള ഡ്യൂട്ടീസിനെ കുറിച്ചുള്ള നല്ല ഓർമ്മകൾ വച്ചിരിക്കുന്നത് കൊണ്ടാണ് അല്ലെ. അല്ലെങ്കിൽ ഹൃദയത്തിൽ കൽമഷമാണ് വച്ചിരിക്കുന്നത്, അവരുടെ ദോഷഭാവമാണെങ്കിൽ നമ്മൾ അവരെ ഭഗവാന്റെ അടുത്തേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കില്ല, പലരും ശ്രമിക്കില്ല. പക്ഷെ ഇവിടെ നല്ല ഭാവങ്ങൾ വച്ചിരിക്കുന്നു. അതുകൊണ്ട് കാലങ്ങളായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ലാതിരുന്നിട്ട് പോലും എനിക്ക് കിട്ടുന്ന ചൈതന്യ മഹാപ്രഭുവിന്റെ ആ ഒരു റിലീസിങ് ആയിട്ടുള്ള വളരെ
മധുരതരമായിട്ടുള്ള ഒരു ബന്ധം അല്ലെ, ഭഗവാനുമായിട്ടാണ് ബന്ധം. അപ്പം ആ ബന്ധം എൻ്റെ ഫ്രണ്ടായിട്ടുള്ള ആ രാമാനന്ദ റായിക്കും ലഭിക്കണം എന്നുള്ളൊരു നല്ല ചിന്താഗതിയാണ് സാർവഭൗമ ഭട്ടാചാര്യയെ അതിന് ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ അദ്ദേഹം ഭഗവാനോട്, ചൈതന്യ മഹാപ്രഭുവിനോട് പറയുകയാണ്, മദ്രാസിലേക്ക് പോകുമ്പോൾ ആ രാമാനന്ദ റായ എന്നൊരു ഭക്തനുണ്ട്, അദ്ദേഹത്തെ മീറ്റ് ചെയ്യണമെന്ന് സാർവഭൗമ ഭട്ടാചാര്യ ഇദ്ദേഹത്തോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്, ചൈതന്യ മഹാപ്രഭുവിനോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ചൈതന്യ മഹാപ്രഭുവിന്റെ കൃപ അദ്ദേഹത്തിലും ചൊരിയണം എന്ന് പറയുന്നുണ്ട്. അത് പ്രകാരം സൗത്ത് ഇന്ത്യ ടൂറിൽ വരുമ്പോൾ രാമാനന്ദ റോയിയെ മീറ്റ് ചെയ്യുന്നുണ്ട്. രാമാനന്ദ റോയ്, മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, രാമാനന്ദ റോയ് എന്ന് പറഞ്ഞാല് അർജുനൻ ഭഗവാന്റെ പാർഷദനായിട്ട് വന്നു. അതുപോലെ ആണ് രാമാനന്ദ റായ്. ചൈതന്യ ചരിതാമൃതയില് അർജുനനാണ് ആരായിട്ട് വരുന്നത്, രാമാനന്ദ റായ് ആയിട്ട് വരുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ രാമാനന്ദ റായ് പിന്നീട് ഭഗവാനെ കാണുന്ന സമയത്ത് രാമാനന്ദ റോയും ചൈതന്യ മഹാപ്രഭുവും കൂടി ഒരുപാട് സംഭാഷണങ്ങൾ, വർണ്ണാശ്രമ ധർമ്മത്തെ കുറിച്ചൊക്കെ ഉള്ള സംഭാഷണങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോ രാമാനന്ദ റോയും പറയുന്നുണ്ട്, സാർവഭൗമ ഭട്ടാചാര്യയുടെ ഒരു കരുണ കാരണമാണ് എനിക്ക് ചൈതന്യ മഹാപ്രഭുവിനെ ദർശിക്കാനായിട്ട് കഴിഞ്ഞത്. പലപ്പോഴും അങ്ങനെയാണ് സീനിയർ വൈഷ്ണവരുടെ കൃപ കിട്ടുന്നത്, അല്ലെങ്കിൽ ഭഗവാന്റെയും മറ്റുള്ള ഭഗവാന്റെ ഭാഗവത ഉത്തമ ഭക്തന്മാരുടെ കൃപ, അല്ലെങ്കിൽ അവരുടെ അസോസിയേഷൻ, ഡിവോട്ടി അസോസിയേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴെങ്കിലും ഒക്കെ നമുക്ക് വൈഷ്ണവ സേവ നമ്മുടെ വീട്ടിൽ നമുക്ക് വൈഷ്ണവരെ കാണാനോ അല്ലെങ്കിൽ നമുക്ക് അവരെ സേവ ചെയ്യാനോ കഴിയുന്നത് വളരെയധികം അനുഗ്രഹമാണ്. അത് നമുക്കൊരു നമ്മളെ ഗെയിം കളിക്കുമ്പോൾ 2 സ്റ്റെപ്പ് പെട്ടെന്ന് കയറി മുകളിലേക്ക് പോകുന്ന മാതിരിയാണ് നമുക്ക് ഒരു ജീവിതത്തില് വൈഷ്ണവ സേവ ചെയ്യാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇവിടെ പെട്ടെന്ന് തന്നെ ചൈതന്യ മഹാപ്രഭുവിന്റെ ഒരു സംസർഗം ഇദ്ദേഹത്തിന് രാമാനന്ദ റായിക്ക് കിട്ടിയപ്പോൾ രാമാനന്ദ റായ് വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ നല്ല ക്വാളിറ്റീസ് വളർത്തുമ്പോഴാണ് ഭക്തന്മാർക്ക് എന്ത് തോന്നുക, നമ്മെ കുറിച്ചൊരു ഇഷ്ടം തോന്നുക. അത് ഒരു കാര്യം, അത് നമ്മൾ സ്വയം ചെയ്യേണ്ടത്. ഇനി ഒരു ഭക്തനിലെ ഒരു ക്വാളിറ്റി നന്നായിട്ട് ഇല്ല എങ്കിൽ പോലും ആ ദോഷം കണ്ടെത്താതെ നമ്മൾ എന്ത് ചെയ്യണം, നല്ല ക്വാളിറ്റീസ് കാണാനായിട്ട്, ദോഷദൃക്കാവാതെ ഒരാളെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് അവരുടെ ദോഷം മാത്രം ദർശിക്കാതെ നമ്മൾ അവരിലെ നന്മ കണ്ടെത്താനായിട്ടും ആ നന്മ നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കാനായിട്ടും ശ്രമിക്കുക. പിന്നീട് എപ്പോഴെങ്കിലും മറ്റുള്ളവരോട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ആ ഭക്തന്മാരുടെ അവർക്ക് നല്ലത് വരാൻ വേണ്ടി, നമ്മൾ എത്രയോ ദൂരത്താണ്, എത്രയോ കാലങ്ങളായി കണ്ടിട്ട്, എങ്കിൽ പോലും നമ്മൾ അവരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത്. നല്ലതിന് വേണ്ടി, അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യാനായിട്ട് നമ്മളെ ശ്രമിക്കണം എന്നുള്ളത് ഈ ഒരു ശ്ലോകങ്ങളിലെല്ലാം വിതുരർ ഇവര് പലരെയും ഓർക്കുമ്പോൾ, കുറച്ച് നാളുകൾക്ക് ശേഷമാണെങ്കിൽ പോലും ഇവരെ എല്ലാവരെയും ഓർക്കുമ്പോഴും അദ്ദേഹം നല്ല ക്വാളിറ്റീസ് ആണ് പറയുന്നത് അല്ലെ. ഇപ്പൊ യുധിഷ്ഠിര മഹാരാജാവ് ഭാര്യയെ പണയം വെച്ച് ചൂത് കളിച്ചു, അത് കാരണം തന്നെയാണ് യുധിഷ്ഠിര മഹാരാജാവിന് അങ്ങനെ വന്നത്. അത് തന്നെ വേണമായിരുന്നു. ഇങ്ങനെയല്ല, അങ്ങനെ കണ്ടെത്തുന്ന എത്രയോ പേരുണ്ട് അല്ലെ. അങ്ങനെ ദോഷമായിട്ട് കാണുന്നവര്, അത് ദോഷം എന്നല്ല ഞാൻ പറയുന്നത്, ഫോർ എക്സാമ്പിൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. അങ്ങനെ നെഗറ്റീവായിട്ട് വേണമെങ്കിൽ കാണാം. പക്ഷെ ഇവിടെ വിതുരർ പറയുന്നത്, യുധിഷ്ഠിര മഹാരാജാവ് ധർമ്മത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കുന്ന ആളായിരുന്നു. പക്ഷെ ഇപ്പോൾ രാജ്യവും എല്ലാ സുഖ സൗകര്യങ്ങളും ലഭിച്ചു കഴിഞ്ഞപ്പോഴ് അധികാരത്തിന്റെ ഉന്മത്തതയില് യുധിഷ്ഠിര മഹാരാജാവ് വീണുപോയോ, അങ്ങനെയുള്ള എത്രയോ പേരുണ്ട് അല്ലെ. ഓരോ ഡിവോട്ടീസിനെയും നമ്മൾ ഓർക്കുമ്പോഴ്, രഘുനാഥദാസ് ഗോസ്വാമിയെ ഓർക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഇന്ദ്രിയ നിഗ്രഹം, അദ്ദേഹം 3-4 ദിവസങ്ങൾ കൂടുമ്പോഴാണ്, വളരെ മില്യണയർ ഫാമിലിയിൽ ജനിച്ചിട്ടും വളരെ സമ്പന്ന കുടുംബത്തിലായിരുന്നിട്ടും അദ്ദേഹം 3-4 ദിവസം കൂടുമ്പോൾ ഇച്ചിരി മോര് കഴിക്കും. പിന്നെ ജഗന്നാഥപുരിയിൽ നിന്നും വരുന്ന ആ ഒരു നിവേദ്യത്തിന്റെ ഒക്കെ അവശിഷ്ടങ്ങൾ പോലും എങ്ങനെയാ, ഗോക്കളെല്ലാം ഭക്ഷിച്ചതിന് ശേഷമുള്ള ബാലൻസ്, അതാണ് രഘുനാഥദാസ് ഗോസ്വാമി കഴിച്ചിരുന്നത്. അപ്പോ അങ്ങനെയുള്ള ഭക്തന്മാര്, അപ്പൊ നമ്മൾ ഓർക്കുമ്പോൾ അവരുടെ എല്ലാം അങ്ങനെയുള്ള ക്വാളിറ്റീസ് ആയിരിക്കും ഓർക്കുക. ഇപ്പോ നമ്മള് ഹരിദാസ് ഠാക്കൂർ ഉണ്ടല്ലോ, ഹരിദാസ് ഠാക്കൂറെ ഓർക്കുമ്പോൾ എന്തായിരിക്കും നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരിക, അദ്ദേഹത്തിന്റെ ചാൻഡിങ് അല്ലെ. അദ്ദേഹം 3 ലക്ഷം നാമം ജപിച്ചിരുന്നു. അപ്പൊ അതുപോലെ നമ്മുടെ നാമങ്ങൾ ആരെങ്കിലും ഓർക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന തരത്തിലുള്ള ക്വാളിറ്റീസ് നമ്മൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കണം. വൈഷ്ണവ ക്വാളിറ്റീസ് അല്ലെ, വൈഷ്ണവ സവിശേഷ ഗുണങ്ങൾ നമ്മൾ അക്വയർ ചെയ്യാൻ, നമ്മൾ നേടാനായിട്ട് നമ്മൾ ശ്രമിക്കണം എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഓരോ ഗുണങ്ങളിലും
ഇവിടെ ഭീമന്റേത് പറയുന്നുണ്ട് 37ാമത്തെ ശ്ലോകത്തില്. ഭീമന്റെ ഗുണം എന്താണ്? അദ്ദേഹത്തിന് പകയാണ്, മൂർഖനെ പോലുള്ള ഒരു പകയാണ് ആരുടെ നേരെ ഉണ്ടായിരുന്നത്? കൗരവരുടെ നേരെ ഉണ്ടായിരുന്നത്. ആ പകയ്ക്ക് കാരണവുമുണ്ട് അല്ലെ. അതുകൊണ്ടാണ് അവിടെ ഉപമ ഭീമനെ മൂർഖനോട് ഉപമിക്കുന്നത്. മൂർഖൻ എന്ന് പറഞ്ഞാല് അത് ഒരിക്കൽ ചവിട്ടി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എത്രയോ കാലങ്ങൾ കഴിഞ്ഞാലും പാമ്പിന്റെ പക എന്ന് പറയും അല്ലെ. പാമ്പിന്റെ പക അതൊരിക്കലും തീരില്ല. ആ പക വീട്ടിയേ പാമ്പ് അടങ്ങുകയുള്ളൂ എന്ന് പറയും. ഇപ്പൊ ചവിട്ടിയാ കടിക്കാത്ത പാമ്പില്ല പറയും അല്ലെ. അപ്പൊ അതുപോലെ ഒരു ദോഷം വന്നു കഴിഞ്ഞാൽ ആ പ്രതികാരം അത് വീട്ടിയിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. അത് യാതൊരു സംശയവും ഇല്ല. അതുപോലെയാണ് ഭീമസേനന് ഒത്തിരി പകയുണ്ടായി. ദ്രൗപദിക്കൊക്കെ വാക്കു കൊടുത്തു അല്ലെ. ദുശാസനന്റെ ചോര കൊണ്ടുവന്നിട്ട് മാത്രമേ ആ ഷാമ്പൂ ഇട്ട് കഴിയോ, മുടി കഴിയിട്ടേ ഇനി എന്തുള്ളൂ, മുടി കെട്ടുള്ളൂ എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ആ പക അത് അതുപോലെ തന്നെ ചെയ്ത് കുരുക്ഷേത്ര യുദ്ധത്തിൽ അത് പാലിച്ച ആളാണ് ഭീമൻ. അപ്പൊ ആ ഭീമസേനന്റെ കാര്യവും ഇവിടെ ഓർമ്മിക്കപ്പെടുകയാണ്. അപ്പൊ ഒരു ദോഷകരമായ കാര്യത്തിനല്ല ഭീമസേനന്റെ ദേഷ്യം അവിടെ ഉപയോഗിച്ചത്, ധർമ്മം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഭീമസേനന്റെ ആ ഒരു കോപം ഇവിടെ ഉപയോഗപ്പെടുത്തിയത് എന്നുള്ളത് നമ്മൾ ഓർക്കുക. ഇപ്പൊ വ്രജവാസികൾ എങ്ങനെയാണോ ഭഗവാൻ കൃഷ്ണനെ ഓർത്തത്, അയോധ്യാവാസികൾ എങ്ങനെയാണോ ഭഗവാൻ രാമനെ ഓർത്തത്, അതുപോലെ ജഗന്നാഥപുരിയിലും ബംഗാളിലുമുള്ള ഭക്തന്മാർ എങ്ങനെയാണോ ചൈതന്യ മഹാപ്രഭുവിനെ ഓർത്തിരുന്നത്, അതുപോലെ ഭഗവാന്റെ ഭക്തന്മാരെയും ഭഗവാന്റെ ഭക്തരുടെ ഗുണഗണങ്ങളെയും കുറിച്ച് എല്ലാ വൈഷ്ണവരും എപ്പോഴും ഓർക്കുകയും മറ്റുള്ള ഭക്തന്മാരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും വേണം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ശ്ലോകങ്ങളിലെല്ലാം മനസ്സിലാക്കേണ്ടത്. വിതുരർ അങ്ങനെയാണ് അദ്ദേഹം ഓർക്കുന്നത്. ധർമ്മത്തിന്റെ പാതയിലൂടെയും ധർമ്മം നിലനിർത്താൻ വേണ്ടിയിട്ടും അതുപോലെ ഭഗവാന്റെ ഭക്തന്മാരെ കുറിച്ചും അവരുടെ ഗുണഗണങ്ങളെ കുറിച്ചും അദ്ദേഹം ഓർക്കുകയും ഉദ്ധവരെ കാണുമ്പോൾ അതേക്കുറിച്ച് പറയുകയും അവരെ കുറിച്ചുള്ള സ്നേഹ അന്വേഷണങ്ങൾ നടത്തുകയുമാണ് ഇവിടെ യഥാർത്ഥ ഉത്തമ വൈഷ്ണവനായ വിതുരർ ചെയ്യുന്നത്. ഹരേ കൃഷ്ണ. ശ്ലോകം 37. കിം വാ കൃതാഖ്യേഷഖമത്യമർഷി ഭീമോ ഹിവദീർഘതമം വിമുഞ്ചത് യസ്യാംഘ്രിപാദം രണഭൂർണസേഹേ മാർഗം ഗതായാശ്ചരതോ വിചിത്രം. പേജ് 612. അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിൽ യഥാർത്ഥ താല്പര്യമുണ്ടെങ്കിൽ അവർ അദ്ദേഹത്തിന്റെ ആജ്ഞകൾ കർശനമായി പാലിക്കേണ്ടതാണെന്ന് അവർക്കറിയാമായിരുന്നു. അദ്ദേഹം ആപത് സാധ്യതകളേറെ ഏറ്റെടുത്തുകൊണ്ടേയിരിക്കും. കൂടുതൽ ശിഷ്യന്മാരെ സ്വീകരിച്ചും യാത്രകൾ ചെയ്തും ധർമ്മപ്രചാരണം നടത്തിയും മറ്റും. എന്നാൽ ശിഷ്യന്മാർ അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിന് കോട്ടം തട്ടുന്ന വിധത്തിൽ പെരുമാറുന്നത് ഒഴിവാക്കേണ്ടതുണ്ട്. മിക്ക ശിഷ്യന്മാരും അദ്ദേഹത്തിന്റെ ആരോഗ്യം മെച്ചപ്പെട്ടുകൊള്ളുമെന്ന് വിശ്വസിക്കാനാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത്. ശ്രീല പ്രഭുപാദർ തന്നെയും ആ വിഷയത്തെക്കുറിച്ച് ഏറെയൊന്നും ചർച്ച ചെയ്തിരുന്നില്ല. അദ്ദേഹം അതിന് കഴിയാത്ത വിധം കൃഷ്ണാവബോധ പ്രസ്ഥാനത്തിന്റെ പ്രചാരണത്തിൽ മുഴുകിയിരുന്നു. അവിടെ എത്തി ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ശ്രീല പ്രഭുപാദർ തന്റെ ആധ്യാത്മിക ഭ്രാതാവായ ഭക്തിരക്ഷക ശ്രീധര മഹാരാജന്റെ ആശ്രമം സന്ദർശിക്കാൻ കാറിലും കടത്തുവഞ്ചിയിലുമായി നവദ്വീപിലേക്ക് യാത്ര ചെയ്തു. എന്നാൽ തൂക്കായ കൽപ്പടികൾ കയറവേ പ്രഭുപാദരുടെ കാലുകൾ ഇടറുകയും അദ്ദേഹം തളർന്നു വീഴുകയും ചെയ്തു. ഭാഗ്യത്താൽ ഹരിശൗരി അദ്ദേഹത്തെ താങ്ങി പിടിക്കത്തക്ക വിധത്തിൽ അടുത്തുണ്ടായിരുന്നു. ഇപ്പോൾ 2 ആഴ്ചയിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ 2ാം തവണയാണ് അദ്ദേഹം തളർന്നു വീഴുന്നത്. 2 സന്ദർഭങ്ങളിലും അദ്ദേഹം ധർമ്മപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. 2 തവണയും സംഭവിച്ച കാര്യത്തെക്കുറിച്ച് ഒന്നും മിണ്ടാതെ അദ്ദേഹം തന്റെ പരിപാടി തുടരുകയാണ് ചെയ്തത്. ഒരു ദിവസം രാവിലെ പ്രഭാത ഭക്ഷണം കഴിഞ്ഞ ഉടൻ പ്രഭുപാദർ മായാപൂർ ധാമം വീക്ഷിച്ചുകൊണ്ട് തന്റെ വരാന്തയിൽ നിൽക്കുകയായിരുന്നു. ഹരിശൗരിയുടെ നേരെ തിരിഞ്ഞ് അദ്ദേഹം പറഞ്ഞു, വാസ്തവത്തിൽ ഞാൻ ഉടനെ തന്നെ മരിച്ചാലും ഒന്നും വരാനില്ല. ഞാൻ എല്ലാത്തിൻ്റെയും അടിസ്ഥാനപരമായ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി അവർ കാര്യങ്ങൾ നന്നായി നോക്കി നടത്തുക മാത്രം ചെയ്താൽ മതി. ഞാൻ ആരംഭിച്ചിട്ടുള്ള പരിപാടികൾ പിന്തുടരുകയും ചെയ്താൽ മതി. എല്ലാം വിജയിക്കും. ഹരിശൗരി അത്തരം പ്രസ്ഥാനങ്ങൾ കേട്ട് അസ്വസ്ഥനാവുകയും ഒന്നും മിണ്ടാൻ കഴിയാതെ നിന്നു പോവുകയും ചെയ്തു. അപ്പോൾ പ്രഭുപാദർ തുടർന്ന് പറഞ്ഞു, എന്നാലും എനിക്ക് ഈ ശ്രീമദ് ഭാഗവതം എഴുതി പൂർത്തിയാക്കിയാൽ കൊള്ളാമെന്നുണ്ട്. ഗൗരപൂർണിമയ്ക്ക് 1 ആഴ്ച മാത്രം ബാക്കി നിൽക്കെ എല്ലാ ദിവസവും രാത്രിയിൽ
ആയിരക്കണക്കിന് ബംഗാളി തീർത്ഥാടകർ ഇസ്കോൺ കേന്ദ്രത്തിലെ പരിപാടികളിൽ പങ്കെടുക്കാൻ വന്നുകൊണ്ടിരുന്നു. അവർ കീർത്തനത്തിനും രാധാമാധവ മൂർത്തികളെ ദർശിക്കുന്നതിനുമായി ക്ഷേത്രത്തിലേക്ക് ഇരച്ചു കയറി. ഇസ്കോൺ ഫോട്ടോ പ്രദർശനം നടത്തുന്ന സ്ഥലത്തും തിരക്കനുഭവപ്പെട്ടു. അന്നുവരെ നടന്നതിൽ വെച്ച് ഏറ്റവും നന്നായി സംഘടിപ്പിക്കപ്പെട്ടതായ മായാപൂർ മഹോത്സവമായിരുന്നു അത്. അമേരിക്കയിൽ എതിർപ്പുകൾ ഉണ്ടായിരുന്നിട്ടും ചൈതന്യ മഹാപ്രഭുവിന്റെ പ്രസ്ഥാനം ലോകത്തെ കീർത്തനാലാപനമാകുന്ന ഭക്തിസാഗരത്തിൽ ആമഗ്നമാക്കിക്കൊണ്ടിരുന്നു. എല്ലാ ഭൂഖണ്ഡങ്ങളിൽ നിന്നും ഉള്ള 500-ലധികം ഭക്തന്മാരുടെ ഈ ഒത്തുകൂടൽ പൂർണ്ണ ആരോഗ്യത്തോടുകൂടി വളർന്നുകൊണ്ടിരിക്കുന്ന കൃഷ്ണാവബോധ പ്രസ്ഥാനത്തിന്റെ അതിശക്തമായ തെളിവായിരുന്നു. രാമേശ്വര സ്വാമി പ്രഭുപാദരുടെ പുസ്തകങ്ങളുടെ പ്രസാധനം സംബന്ധിച്ച ഏറ്റവും ഒടുവിലത്തെ കണക്കുകളുമായി മടങ്ങിയെത്തി. ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രം ശ്രീലപ്രഭുപാദരുടെ വിവിധ ഗ്രന്ഥങ്ങളുടെ 4,34,50,000 കോപ്പികൾ വിറ്റ് കഴിഞ്ഞിരുന്നു. റഷ്യൻ ഉൾപ്പെടെ 23 ഭാഷകളിലായി പ്രസിദ്ധീകരിക്കപ്പെട്ട പ്രഭുപാദരുടെ കൃതികളുടെ മൊത്തം കോപ്പികളുടെ എണ്ണം 55,31,40,000 ഇതിൽ 90%-ലധികം വിതരണം ചെയ്യപ്പെട്ട് കഴിഞ്ഞിരുന്നു. അപ്പോൾ മാത്രം പ്രസിൽ നിന്നും പുറത്തു വന്ന പുതിയ പുസ്തകത്തിന്റെ, അതായത് ശ്രീമദ് ഭാഗവതത്തിന്റെ 9-ാം സ്കന്ധത്തിന്റെ 1-ാം വാല്യം ഒരു കോപ്പിയും അദ്ദേഹം പ്രഭുപാദർക്ക് സമർപ്പിച്ചു. ഭഗവത്ഗീത യഥാരൂപം എന്ന പുസ്തകത്തിന്റെ അടുത്ത പതിപ്പ് അച്ചടിക്കാൻ ആവശ്യമായ കടലാസ് കൊണ്ടുവരാൻ 76 തീവണ്ടികൾ വാഗണുകൾ വേണ്ടിവരുമെന്നും അത്രമാത്രം വലുതായിരിക്കും അതിന്റെ കോപ്പികളുടെ എണ്ണമെന്നും രാധാവല്ലഭൻ അറിയിച്ചു. ആ അമ്പരപ്പിക്കുന്ന കണക്കുകൾ കേട്ട പ്രഭുപാദരും മറ്റു ഭക്തരും ചിരിച്ചുപോയി. പ്രഭുപാദർ അവർ ചെയ്യുന്ന കഠിന പ്രയത്നത്തിന്റെ പേരിൽ ഭക്തർക്ക് നന്ദി പറഞ്ഞു. അദ്ദേഹം തുടർന്ന് പറഞ്ഞു, ഇത് എന്റെ ഗുരു മഹാരാജന്റെ അനുഗ്രഹമാണ്. അദ്ദേഹം അത് ആഗ്രഹിച്ചിരുന്നു. നാം അതാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും. ശ്രീല പ്രഭുപാദർ വളരെ ഊർജ്ജസ്വലതയോടെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. ഭക്തന്മാരെ പ്രോത്സാഹിപ്പിക്കുകയും എഴുതുകയും ധർമ്മപ്രചാരണം നടത്തുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെ ബസ്സുകൾ നിറയെ ഭക്തന്മാർ മായാപൂർ ഉത്സവത്തിൽ പങ്കെടുക്കാനായി വന്നുകൊണ്ടിരുന്നു. പക്ഷെ പെട്ടെന്ന് തന്നെ പ്രഭുപാദർ വീണ്ടും രോഗാതുരനായി. അദ്ദേഹത്തിന്റെ തിരക്ക് പിടിച്ച പരിപാടികൾ വളരെ ക്ലേശകരമായിരുന്നു. എങ്കിലും അദ്ദേഹം പരിപാടികൾ തുടർന്നു. GBC അംഗങ്ങൾ അവരുടെ വർഷം തോറുമുള്ള ത്രിദിന സമ്മേളനം ആരംഭിച്ചു. ഓരോ ദിവസവും സായാഹ്നത്തിൽ അവർ പ്രഭുപാദരെ സന്ദർശിക്കും. അദ്ദേഹം അവരുടെ നിർദ്ദേശങ്ങൾ കേൾക്കുകയും ചില തിരുത്തലുകൾ വരുത്തിയ ശേഷം അവ അംഗീകരിക്കുകയും ചെയ്യും. GBCയുടെ പ്രമേയങ്ങളുടെ പട്ടികയിലെ അവസാനത്തെ ഇനം പ്രഭുപാദരുടെ രോഗാവസ്ഥ പരിഗണിച്ച് എല്ലാ ഇസ്കോൺ ക്ഷേത്രങ്ങളും ദിവസവും 24 മണിക്കൂറും കീർത്തനം നടത്തണമെന്നതായിരുന്നു. 1974-ൽ പ്രഭുപാദരുടെ രോഗസ്ഥിതി മോശമായപ്പോഴും ഭക്തന്മാർ ഇതുതന്നെയാണ് ചെയ്തിരുന്നത്. ആ പ്രമേയം കേട്ടപ്പോൾ പ്രഭുപാദർ പറഞ്ഞു, അതെ, കീർത്തനമാണ് എല്ലാ രോഗങ്ങൾക്കുമുള്ള ഒരേ ഒരു പ്രതിവിധി. 2 ആഴ്ച കഴിഞ്ഞ് പ്രഭുപാദർ മായാപൂരിൽ ആയിരിക്കുമ്പോൾ ന്യൂയോർക്ക് കോടതി വിധി സംബന്ധിച്ച വാർത്ത ടൈംസ് ഓഫ് ഇന്ത്യയുടെ മുൻ പേജിൽ തന്നെ വന്നു. അത് കിട്ടിയപ്പോൾ തമാലകൃഷ്ണ ഗോസ്വാമി പെട്ടെന്ന് ആ പത്രത്തിന്റെ ഒരു കോപ്പി പ്രഭുപാദരുടെ മുറിയിൽ കൊണ്ടുവരികയും അദ്ദേഹം ആവശ്യപ്പെട്ടതനുസരിച്ച് അത് ഉറക്കെ വായിക്കുകയും ചെയ്തു. ഹരേ കൃഷ്ണ പ്രസ്ഥാനം ഉത്തമ വിശ്വാസ്യതയുള്ള ഒരു മതമാണ്. ന്യൂയോർക്ക് ഹൈക്കോടതി ജഡ്ജി ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തെ ഒരു ഉത്തമ വിശ്വാസമുള്ള മതമായി അംഗീകരിക്കുകയും ആ പ്രസ്ഥാനത്തിന്റെ ഔദ്യോഗിക ഭാരവാഹികൾക്ക് എതിരായുള്ള നിയമയുദ്ധ തടങ്കൽ, അവിഹിത സമ്മർദ്ദം എന്നീ 2 കുറ്റാരോപണങ്ങൾ തള്ളിക്കളയുകയും ചെയ്തിരിക്കുന്നു. ഒരു രോഷാകുലനായ പിതാവാണ് തന്റെ പുത്രനെയും മറ്റൊരു ശിഷ്യനെയും ആ പ്രസ്ഥാനക്കാർ നിയമവിരുദ്ധമായി തടഞ്ഞു വയ്ക്കുകയും മസ്തിഷ്ക പ്രക്ഷാളനം നടത്തുകയും ചെയ്യുന്നു എന്ന് കാണിച്ച് കോടതിയിൽ കേസ് കൊടുത്തത്. കുറ്റാരോപണങ്ങൾ തള്ളിക്കളഞ്ഞുകൊണ്ട് ജഡ്ജി ഇപ്രകാരം പറഞ്ഞു, കോടതിയുടെ മുമ്പിലുള്ള ആകെ കൂടിയുള്ളതും അടിസ്ഥാനപരവുമായ പ്രശ്നം കുറ്റകൃത്യത്തിന് ഇടയായവരെന്ന് പറയപ്പെടുന്ന ആ 2 വ്യക്തികളെയും പ്രതികളെയും അവർക്ക് ഇഷ്ടപ്പെട്ട മതം ആചരിക്കാൻ അനുവദിക്കണമോ എന്നതാണ്. ഇതിന് ദൃഢമായി ഒരു പൂർണ്ണ അനുകൂല മറുപടി തന്നെ വേണം നൽകാൻ. ജഡ്ജിയായ മിസ്റ്റർ ജോൺ ലീഹി പറഞ്ഞു, ഹരേ കൃഷ്ണ പ്രസ്ഥാനം ഇന്ത്യയിൽ ബഹുസഹസ്രം വർഷങ്ങൾ പിന്നിലേക്ക് നീണ്ടുകിടക്കുന്ന വേരുകളോടുകൂടിയ ഒരു ഉത്തമ വിശ്വാസ്യതയുള്ള മതമാണ്. ആ മതത്തിന്റെ അനുശാസനങ്ങൾ അനുസരിക്കുന്നത്
മെറിൽ കൃഷർക്കും എഡ്വേർഡ് ഷാപ്പി റോയ്ക്കും ഗുണകരമായി തോന്നി. അങ്ങനെ ചെയ്യാനുള്ള അവരുടെ അനിഷേധ്യമായ അവകാശം ചവിട്ടിമെതിക്കപ്പെടുകയില്ല. മതവും ഭരണകൂടവും തമ്മിലുള്ള വേർതിരിവ് നിലനിർത്തപ്പെടും. നാം മനുഷ്യരല്ല, നിയമങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു രാഷ്ട്രമായി തുടരണം. ഗ്രാൻഡ് ജൂറിയുടെ ആശങ്കാ പ്രകടനങ്ങളും കുറ്റപ്പെടുത്തലുകളും പ്രതികളുടെ ഭരണഘടനാപരമായ അവകാശത്തെ നേരിട്ടും പ്രകടമായും കടന്നാക്രമിക്കുന്ന തരത്തിലുള്ളതായിരുന്നു. ആളുകൾ അവരുടെ കേസ് തെറ്റായതും നിസാരവുമായ സാഹചര്യത്തിന്മേൽ ഉറപ്പിക്കുകയും അങ്ങനെ ഒരു യുക്തിരഹിതമായ നിഗമനത്തിൽ എത്തിച്ചേരുകയും ചെയ്യുന്നതായി കോടതിക്ക് തോന്നുന്നു എന്ന് ജഡ്ജി അഭിപ്രായപ്പെട്ടു. രേഖകളിൽ പ്രതികൾ തെറ്റിദ്ധരിപ്പിക്കുകയോ വഞ്ചിക്കുകയോ ചെയ്തതായുള്ള വ്യക്തമായ യാതൊരു ആരോപണവും കാണുന്നില്ല. ജഡ്ജി പറഞ്ഞു, ഒരു മതം സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം അത് വിശ്വാസങ്ങളിലോ ആചാരങ്ങളിലോ ഉള്ളതാണെന്നതുകൊണ്ടോ സമൂഹത്തിന്റെ മുഖ്യധാരണയോ കൂടുതൽ സാധാരണങ്ങളായ മറ്റു മതങ്ങളെ അതിനെ അംഗീകരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യുന്നു എന്നതുകൊണ്ടോ വെട്ടിക്കുറച്ചുകൂടാ. ഈ സംഖ്യാവർദ്ധനയും ഈശ്വരനെ സമീപിക്കുന്നതിനുള്ള മാർഗം തേടുന്നതിൽ സ്വന്തം മനസാക്ഷിയുടെ ആജ്ഞകൾ അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യവും ഇല്ലെന്ന് വന്നാൽ ഭരണഘടനയിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ള മതസ്വാതന്ത്ര്യം ഒരു നിരർത്ഥകമായ അവകാശമായി തീരും. ഇത്തരം ശ്രമങ്ങളിൽ അവ പ്രത്യക്ഷമോ സുദുദ്ദേശപരമല്ലാത്തതോ എന്തായാലും നമ്മുടെ പൗരന്മാരുടെ ഈ മൗലികവും എന്നേക്കും വേണ്ടതുമായ അവകാശത്തിന്, അതായത് മതസ്വാതന്ത്ര്യത്തിന് എതിരായുള്ള ഒരു വ്യക്തവും ആസന്നവുമായ ഭീഷണി സ്ഥിതി ചെയ്യുന്നു. ഹരേ കൃഷ്ണ.